ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാളുകളായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തതിന് ശേഷം പലയിടത്തും തപ്പിപ്പെറുക്കി ആയിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ ഡേറ്റാസ് അവർക്ക് കിട്ടിയത്. കാരണം ഞാൻ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ തപ്പിയെങ്കിലും നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാവരും പറയുന്നു ഓക്കെ എന്താണ് വിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൻ്റെ ഭീതിയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ കുറേ ഇംഗ്ലീഷ് ചാനലുകളും യൂട്യൂബ് ഇംഗ്ലീഷ് ചാനലുകളും പിന്നെ കുറേ ബുക്സും പിന്നെ ഒക്കെ റെഫർ ചെയ്തു അവസാനം NSEയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ തപ്പി കുറേ തപ്പിയിട്ടാണ് ഇത്രയും അത്യാവശ്യം ഡേറ്റ നമുക്ക് കിട്ടിയെങ്കിൽ തന്നെ ഇതൊരു പൂർണ്ണമല്ല. എങ്കിലും എൻ്റെ പരിമിതമായ അറിവിനകത്ത് ഞാൻ പഠിച്ചതും വായിച്ചതും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സമ്മറി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. എങ്കിൽ തന്നെയും ഇതൊരിക്കലും പൂർണ്ണമല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വിക്സ് കൂടുമ്പം മാർക്കറ്റ് പൊട്ടും ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാണ് പൊതുവെ കണ്ടുവരുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ വിക്സ് കൂടുമ്പോൾ മാർക്കറ്റ് പൊട്ടും എന്നല്ല. വിക്സ് കൂടുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, വിക്സ് കൂടുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അത് വിക്സ് കൂടുന്നത് കൊണ്ട് മാർക്കറ്റ് പൊട്ടും എന്നുള്ളതിന് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് വിക്സിനെ ജസ്റ്റ് അതിൻ്റെ വിക്സിൻ്റെ ഉത്ഭവം ഒന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെയല്ല, ചിക്കാഗോയിലാണ്. അതായത് CBOE എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ചിക്കാഗോ ബോർഡ് ഓപ്ഷൻസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സംഭവം ആദ്യമായി വിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതായത് 1993. ഓക്കെ, അപ്പം അതിനെ ഫോളോ ചെയ്താണ് നമ്മുടെ NSEയും 2003 ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മാർക്കറ്റിലും ഒരു ഇൻഡെക്സ് ആയിട്ട് പിന്നെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം അത് അവിടെ അന്ന് ചിക്കാഗോ ബോർഡ് ഓഫ് ഓപ്ഷൻസ് എക്സ്ചേഞ്ച് അവരുടെ S&P 500 അടിസ്ഥാനമാക്കിയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ NSE നമ്മുടെ 500 സ്റ്റോക്സിനെ അടിസ്ഥാനമാക്കി അതിനകത്തിൽ വരുന്ന വോളറ്റിലിറ്റി അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പിന്നെ വിക്സിൻ്റെ ഇൻഡെക്സ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയാം വിക്സ് കൂടുമ്പോൾ മാർക്കറ്റിനകത്തൊരു ഭീതി ഉണ്ടാകും. അപ്പം മാർക്കറ്റ് പൊട്ടുമോ എന്നുള്ളൊരു ചെറിയ ആൾക്കാർക്ക് ആദ്യം ഉണ്ടാകും. അതനുസരിച്ച് മാർക്കറ്റിനകത്ത് ഭയങ്കര വോളറ്റാലിറ്റി ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇൻഡെക്സ് നമ്മൾ ഈ വിക്സ് കണക്ക് കൂട്ടുന്നത് നെക്സ്റ്റ് 30 ഡേയ്സ്. അതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പലരും പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഇന്നത്തെ വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 14.095 ഇന്നത്തെ വിക്സിൻ്റെ നമ്പർ. ഓക്കെ, അപ്പം പലരും പഠിക്കുന്നുണ്ട് ഒരു വർഷം മാർക്കറ്റ് ഇന്ന് കാണുന്ന എത്രയാണോ വിക്സ് അത്രയും പെർസെൻറ്റേജ് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകാം എന്നാണ് പഠിപ്പിക്കുന്നത് പലരും കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പല ബുക്കുകൾ റെഫർ ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പം അതല്ല, തെറ്റാണ്. അത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്, ആ വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ മാത്രമാണ് ആ പറയുന്ന വിക്സിൻ്റെ ആ നമ്പർ അല്ലെങ്കിൽ ആ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ശതമാനമല്ല, പെർസെൻറ്റേജ് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഒരിക്കലും അതിന് അത്രയും പെർസെൻറ്റേജ് മുകളിലോട്ടോ താഴോട്ടോ പോകും, ആ വർഷം മൂവ് ചെയ്യും എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഓക്കെ, അപ്പം അതിനുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അടുത്ത 30 ദിവസം അടുത്ത 30 ദിവസം മാർക്കറ്റിലെ ആ വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന ആ നമ്പറാണ് വിക്സ് എന്ന ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ കാണുന്ന ആ നമ്പർ അടുത്ത ഒരു മാസം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വോളറ്റാലിറ്റി സൂചിപ്പിക്കുന്ന ആ നമ്പറാണ് ആ സംഭവം. ഓക്കെ, ഒരിക്കലും അതൊരു പെർസെൻറ്റേജ് അല്ല. ഇനി അതെങ്ങനെയാണ് പെർസെൻറ്റേജിലോട്ട് കണക്ക് കൂട്ടുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതാണ് വിക്സ്. അപ്പോൾ വിക്സിനെ പറ്റി നമ്മുടെ ധാരണ, വിക്സ് കൂടുമ്പം മാർക്കറ്റ് പൊട്ടും, അല്ലെങ്കിൽ വിക്സ് കുറയുമ്പം മാർക്കറ്റ് മേലോട്ട് കയറും എന്നുള്ളതാണ് ധാരണ. ആ ധാരണ തെറ്റാണ്, ഒരിക്കലും അങ്ങനെ അല്ല. അത് വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. വിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീമിയത്തിൻ്റെ കാര്യമല്ല, പ്രീമിയത്തിൻ്റെ കാര്യം അവസാനം ഞാൻ പറയാം അതെങ്ങനെയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ വിക്സിനെ
പെർസെൻറ്റേജിലേക്ക് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ വിക്സ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ വിക്സിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ഓപ്ഷൻ സെല്ലേഴ്സാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയണം ഒരു മാസം അല്ലെ ഒരാഴ്ച, അവർ ഒരാഴ്ചത്തേക്ക് അല്ലെ ഒരു മാസത്തേക്കായിരിക്കും ഒരു കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്നത് ഇല്ലേ. അങ്ങനെ ആകുമ്പോൾ അവർക്കറിയണം എത്രത്തോളം മാർക്കറ്റ് പോകും. കാരണം അവർക്കൊരു റേഞ്ച് ബൗണ്ട് വേണം. എപ്പോഴും മാർക്കറ്റിൽ അവർക്കത് സെല്ല് ചെയ്യാൻ വേണ്ടി, ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു റേഞ്ച് വേണം ഇല്ലേ. സ്ട്രാങ്കിൾ അല്ലെ സ്ട്രാഡിൽ എന്ന് പറയും. അപ്പോൾ ആ ഒരു 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 റേഞ്ചിന് വേണ്ടി അവർ ഈ വിക്സിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ നമ്പർ പ്ലാൻ ചെയ്തത്. അപ്പോൾ 23,000 മുതൽ 24,000 വരെ, 22,250 മുതൽ 22,500 മുതൽ 24,500 വരെ, അതിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് കണക്കാക്കുന്നത് ഈ വിക്സിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് മന്ത്ലി അല്ലെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് നമുക്കതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിക്സ് മന്ത്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വിക്സ് മന്ത്ലി എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതാണ് ഇതിനകത്ത് കാണുന്നത്. മന്ത്ലി നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത്? വിക്സ് ഡിവൈഡഡ് ബൈ ഒരു വർഷം 12 മാസമാണ് ഇല്ലേ. അപ്പോൾ 12ൻ്റെ സ്ക്വയർ റൂട്ട് കാണും. 12ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 12ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 3.464 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ 12ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് കറണ്ട് വിക്സ് ഡിവൈഡഡ് ബൈ 12ൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസം. അപ്പോൾ 12ൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അതായത് 3.464 എന്നാണ് 12ൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വിക്സ് എന്ന് പറയുന്നത് 14.095 ആണ് കറണ്ട് വിക്സ്. അത് ഡിവൈഡഡ് ബൈ 12ൻ്റെ സ്ക്വയർ റൂട്ട്. 12ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3.464. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ മാസം അടുത്ത 30 ദിവസം 4.06% മുന്നോട്ടോ പുറകോട്ടോ മുകളോട്ടോ താഴോട്ടോ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഈ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഞാൻ പറഞ്ഞു സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് ഈ ഒരു മാസം ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പം 2 ലെഗ് കണ്ടുപിടിക്കണം അല്ലേ. മുകളിൽ എവിടം വരെ പോകും, താഴെ എവിടം വരെ പോകും, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളോട് പറയുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കറണ്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് ക്ലോസ് ചെയ്തേക്കുന്നത് 23,482 ആണ്. ഓക്കെ, അവിടുന്ന് 4% മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഏകദേശം 24,437 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്? കറണ്ട് മാർക്കറ്റിനോട് കറണ്ട് 23,482 അതിൻ്റെ കൂടെ 4%, 4.068% കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,437 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ താഴോട്ടാണെങ്കിലോ 23,482 4% കുറയ്ക്കണം. നിഫ്റ്റിയുടെ 4% കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 22,526 കിട്ടും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അവർക്ക് 2 ലെഗ് കിട്ടി. എങ്ങനെയാണ്? 22,500. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ 22,500നും 24,500നും ഇടയ്ക്ക് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യതയാണ് ഉണ്ടെന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന് മനസ്സിലാകും. അവരങ്ങനെ ഒരു സ്ട്രാങ്കിൾ ചെയ്യും. മുകളിൽ 24,500 കോള് സെല്ല് ചെയ്യും, 23,500 പുട്ടും സെല്ല് ചെയ്യും. മാർക്കറ്റ് അതിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പ്രീമിയം ആണോ അവർ കൊടുത്തത് അത്രയും പ്രീമിയം അവർക്ക് കിട്ടും. ഇങ്ങനെയാണ് മന്ത്ലി നമ്മൾ ഇത് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞേ? നിങ്ങൾ മനസ്സിലായില്ലെന്നെങ്കിൽ 1-2 പ്രാവശ്യം കൊടുത്ത് ആവർത്തിച്ച് കേൾക്കുക. അപ്പം മന്ത്ലി നമ്മൾ കണക്ക് കൂട്ടുന്നത് 12ൻ്റെ സ്ക്വയർ റൂട്ട്. 12 എങ്ങനെ വന്നു? ഒരു വർഷത്തിൽ 12 മാസമാണ്. അപ്പോൾ കറണ്ട് വിക്സിനെ 12ൻ്റെ സ്ക്വയർ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന നമ്പറായിരിക്കും ആ മാസത്തെ പെർസെൻറ്റേജ്. ഓക്കെ, അതിനെ വിക്സിൻ്റെ നിഫ്റ്റിയുടെ കറണ്ട് പിന്നെ സ്പോട്ട് പ്രൈസിനോട് 4%. അപ്പോൾ 4% നമുക്ക് കിട്ടി. ഓക്കെ, ആ 4% കൂട്ടുകയോ 4% കുറയുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ മാർക്കറ്റിൽ സംഭവിക്കാനുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ മാസത്തിൽ വിക്സ് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമുക്കിനി വീക്കിലി നോക്കാം. എങ്ങനെയാണ് ഇത് വീക്കിലി? ഇതേ സെയിം തന്നെ നമുക്ക് വീക്കിലി എങ്ങനെ കണക്ക് കൂട്ടുന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം. വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്?
വീക്കിലി മനസ്സിലായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ അതുപോലെ തന്നെ കറണ്ട് വിക്സ് ഡിവൈഡഡ് ബൈ 52. എങ്ങനെ 52 വന്നത്? ഒരു വർഷം ആകെ 52 ആഴ്ചയാണ് ഉള്ളത് ഇല്ലേ? അപ്പം ആ 52ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7.211 ആണ് 52ൻ്റെ സ്ക്വയർ റൂട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ കറണ്ട് നമ്മുടെ വിക്സ് എത്രയാണ്? 14.095. ഓക്കെ, അതിനെ 7.211 ഇങ്ങനെ 7.211 കിട്ടിയത് 52ൻ്റെ സ്ക്വയർ റൂട്ട്. 52 എങ്ങനെ കിട്ടിയത്? ഒരു വർഷം 52 ആഴ്ചയാണുള്ളത്. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പം അതിനെ ഈ 7.211 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.954%. അതായത് ഈ ആഴ്ച നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യത 1.954% മുകളോട്ടോ താഴോട്ടോ നിഫ്റ്റി മൂവ് ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസും കാൽക്കുലേഷൻസും വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് എത്രയാണ്? നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് പാടുണ്ട്, എങ്കിലും 1-2 ആവർത്തി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് 23,482 എന്താണ് കറണ്ട് സ്പോട്ട് പ്രൈസ് നിഫ്റ്റിയുടെ. അതിനോടുകൂടെ 1.954% കൂട്ടുമ്പോൾ 23,940 എന്ന നമ്പർ കിട്ടും. ഓക്കെ, 23,482 കറണ്ട് പ്രൈസ്, അതിൻ്റെ കൂടെ 1.954% ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അത്രയും നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടുമ്പോൾ 23,940 അപ്പർ സൈഡും, താഴോട്ട് പോവുകയാണെങ്കിൽ കുറയ്ക്കുകയാണെങ്കിലോ 23,023. അതായത് 24,000-നും 23,000-നും ഇടയ്ക്ക് ഈ ആഴ്ച നിഫ്റ്റി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാൾ, വീക്കിലി ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാൾ 24,000 മുകളിലും 23,000 താഴെയും, 24,000-ൻ്റെ കോളും 23,000-ൻ്റെ പുട്ടും അവർ സെല്ല് ചെയ്യും. ഇതിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും സെല്ല് ചെയ്ത പ്രീമിയം അവർക്ക് സ്വന്തമായിട്ട് ഉരുകി കിട്ടും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഇനി ഡെയിലി നോക്കാം. ഈ ഒരു ദിവസം എത്ര നിഫ്റ്റി മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡെയിലി കാൽക്കുലേഷൻസ് കൂടെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് കാണാം. ഇതിനകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിക്സ് കാൽക്കുലേഷൻ്റെ ഡെയിലി ആകുമ്പോൾ നമ്മളെങ്ങനെ വിക്സ് ഡിവൈഡഡ് ബൈ 365 എങ്ങനെ? ഒരു വർഷം 365 ദിവസമുള്ളതാണ് നമ്മൾ 365ൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നത്. അങ്ങനെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19.104 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കറണ്ട് വിക്സ് എത്രയാണ്? 14.095 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ സ്ക്വയർ റൂട്ടിൻ്റെ റിസൾട്ട് എത്രയാണ്? 19.104. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.73% മാത്രം ഒരു ദിവസം നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ വിക്സിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് 0.737% മുകളോട്ടോ താഴോട്ടോ നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് പ്രൈസ് തര 23,482 കൂടെ 0.737 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,655 അപ്പർ സൈഡും 23,482 ഡൗൺ സൈഡിലോട്ടും പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് 23,300-ഉം 23,650-നും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യത ഡെയിലി ബേസിസിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വിക്സിൻ്റെ സംഗതി പിടികിട്ടിയല്ലോ. ഓക്കെ, വിക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പിടികിട്ടിയല്ലോ. ഓക്കെ, ഓരോ ദിവസം. ഇനി നിങ്ങളുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പ്രീമിയവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്. അതിൻ്റെ മറുപടി അടുത്തായിട്ട് പറയാം. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് ഈ വിക്സ് കൂടുമ്പം പ്രീമിയം അതുപോലെ കൂടുകയും വിക്സ് കുറയുമ്പം പ്രീമിയം കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് ഉത്തരമുണ്ട്, പക്ഷേങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എത്രത്തോളം അത് പ്രാക്ടിക്കലായിട്ട് വരും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാൻ NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത സംഭവമാണ്. ഇതിൻ്റെ ലിങ്ക് ഓക്കെ, 2 PDF ആണ്. ഈ 2 PDFിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിശദമായിട്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇന്ത്യ വിക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ മെത്തഡോളജി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്
ഫാർ ഔട്ട് ഓഫ് ദ മണി, പുട്ടിൻ്റെയും കോളിൻ്റെയും ഫാർ ഔട്ട് ഓഫ് ദ മണിയുടെ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് ഈ വിക്സിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് കുറേ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന ഫോർമുലാസുകളാണ് ഇവിടെ. നിങ്ങളത് കൃത്യമായി ശരിക്കും വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ശരിക്കും പഠിക്കേണ്ടവർ ഇത് കൃത്യമായി ഇത് വായിച്ച് നോക്കുക. ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, ഒരു നോട്ട് NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ നമ്മുടെ പിന്നെ ചാനലിൻ്റെ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടെ കാണാൻ ശ്രമിക്കുക, ഇതിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. കാരണം ഇത് ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിച്ചിട്ടില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ? ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവി ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗുണമില്ല. എന്ന് പറഞ്ഞ പോലെ ഞാനിത് പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങളുടെ പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, നിങ്ങളുടെ തലയിൽ അത് കയറത്തുമില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നമ്മുടെ ഡിസ്കഷനിൽ ഇത് വെച്ച് അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങളത് കാണാൻ കണ്ട് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനിപ്പോൾ പറഞ്ഞ ഈ നമ്മുടെ ഒരു മാസം എത്രത്തോളം മാർക്കറ്റ് മുമ്പോട്ടോ പുറകോട്ടോ മൂവ് ചെയ്യും എന്നുള്ളത് കണക്കാക്കാം. നമുക്കത് ഓപ്ഷൻ സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബയേഴ്സിന് എപ്പോഴും പ്രീമിയം, നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്തതിന് ശേഷം വിക്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്തതിന് ശേഷം വിക്സ് ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം പെട്ടെന്ന് കൂടും. ഈവൻ ഇൻഡെക്സ് മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം കൂടും. അപ്പോൾ നമുക്കത് ബെനിഫിറ്റാണ്. ഓക്കെ, അതേസമയം ഒരു കൂടി നിൽക്കുന്ന ഒരു ഹൈയിൽ വിക്സ് കൂടി നിൽക്കുന്ന സമയത്ത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾ ഏതെങ്കിലും കാരണവശാൽ വിക്സ് ക്രാഷ് ആകുവാണെങ്കിൽ, വിക്സ് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. മാർക്കറ്റ് കുറച്ചെങ്കിലും മേലോട്ട് പോയെങ്കിലും വിക്സ് 14% ക്രാഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയത്തിന് അപ്രീസിയേഷൻ ഉണ്ടായില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നമ്മൾ നഷ്ടത്തിൽ വരേണ്ടി വന്നതിൻ്റെ കാരണം ഈ പറയുന്ന പോലെ വിക്സ് കൂടി നിന്നപ്പം ഓപ്ഷൻ ബൈ ചെയ്യുകയും വിക്സ് ക്രാഷ് ആയപ്പം നമ്മൾ എക്സിറ്റ് ആകേണ്ടി വരുന്ന അവസ്ഥയിലാണ് നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും നഷ്ടം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പം വിക്സ് കൂടി നിൽക്കുമ്പം ഓപ്ഷൻ സെല്ലേഴ്സിനും വിക്സ് കുറഞ്ഞ് നിൽക്കുമ്പം ഓപ്ഷൻ ബയേഴ്സിനുമാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നതെന്നാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് ഗുണം വരുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മുടെ വീഡിയോയിലൂടെ അത്ര വലിയ മൈലേജ് ഒന്നും ഇതിന് കാണത്തില്ല, എങ്കിലും നിങ്ങളുടെ എല്ലാം ആവശ്യം പരിഗണിച്ച് ഞാനിത് ചെയ്തു എന്ന് മാത്രം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.